നിങ്ങളെ നുണപ്പിച്ച് കടന്നു കളയാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അതെ, ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നോ പഴുത്ത ചക്ക തിന്നുന്നേ? അപ്പം ഞാൻ പറഞ്ഞില്ലയോ പിറ്റേത്തെ ദിവസം നിങ്ങൾ കറി എന്തായെന്ന് ചോദിക്കണ്ട, ചക്കക്കുരു മുരിങ്ങൻ്റെലയായിരിക്കുന്നു. പക്ഷെ പിറ്റേത്തെ ദിവസമല്ല, എൻ്റെ പിറ്റേത്തെ ദിവസം 2 ദിവസമായില്ലേ അമ്മ ചക്ക ഉണ്ടാകുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞു. പക്ഷെ ഇന്നാണ് ചക്കക്കുരു മുരിങ്ങൻ്റെലയും കറി കൊണ്ടുവന്നത്. പിന്നെ ചിക്കനും കറിയുണ്ട്, കുറച്ച് ഡ്രൈ ആയിട്ടിട്ട്, പിന്നെ മീൻ പൊരിച്ചതുണ്ട്, അച്ചാറുണ്ട്. ഇത്രയും സംഭവങ്ങളാട്ടോ ഇന്ന് അമ്മ ഡിന്നറിനായിട്ട് കൊണ്ടുവന്നത്. ഞാനും ചിക്കൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് ഓരോരുത്തരിടും. കൃഷ്ണഭക്ത പ്യുവർ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിട്ട് എന്തിൻ്റെ കാര്യമല്ലേ ഗൈസ്? എന്ത് കഴിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ ജോബിനെ ഒന്നും ബാധിക്കുന്നില്ല. നമ്മൾ എന്ത് കഴിച്ചാലെന്താ ഇല്ലേ? അപ്പം ഞാനതിൽ വ്യക്തമായിട്ട് പറയാൻ വിട്ടുപോയി. ഞാൻ ചിക്കനോ മീനോ കൂട്ടിയാൽ കുളിച്ചിട്ടേ പിന്നീട് വരയ്ക്കാറുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഒരു അമ്മയ്ക്ക് എടുത്ത് അത് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ചെയ്യുക. ഏതായാലും ഇന്നത്തെ ഐറ്റംസ് ഇത്രയൊക്കെയാണ്. ചിക്കൻ കറിയും ഈ മുരിങ്ങൻ്റെലയും ചക്കക്കുരു എന്ന് പറയുന്ന കറി ഒരു സുഖമുള്ള അടിപൊളി കറിയല്ലേ, ഒരു രക്ഷയില്ലാത്ത. പിന്നെ പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, എനിക്ക് അമ്മ കൊടുത്തയക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഉമ്മ കൊടുത്തയക്കുന്ന ചോറിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഭർത്താവിൻ്റെ ഉമ്മ ഒന്നും കൊടുത്തയക്കാറില്ലേ എന്ന് പല കമൻറ്റും ചോദിക്കാറുണ്ട്. അത് കേട്ടപ്പോൾ എൻ്റെ മൂഞ്ചിരിക്കുക. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഭർത്താവിന് ഉമ്മയും വാപ്പയില്ല, ആൾ 2 പേരും മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പള്ളിക്കാട്ടൊക്കെ എത്തുന്നവർക്ക് ഫുഡ് ഉണ്ടാക്കി എനിക്ക് കൊടുത്തയക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാട്ടോ ഭർത്താവിൻ്റെ ഉമ്മ കൊടുത്തയക്കാട്ട് സംസാരവും ഇതും രണ്ടും നടക്കൂല ഗൈസ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്നും കൂടി ചിക്കനും മീനും അച്ചാറും ചക്കക്കുരുണ്ട് കേട്ടോ. നാളെ അറിയാതിൻ്റെ റിസൾട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് കൊതിപ്പിച്ച് കടന്നു വിടാനായിട്ട് ഞാൻ വന്നിട്ട് ഇനിയൊരു വീഡിയോയിൽ വരുന്നവരെ